ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ അടുത്ത വീഡിയോ ലോണുകളെക്കുറിച്ച് സംസാരിക്കാമെന്ന്. ഇന്നത്തെ വീഡിയോയിൽ കേരള ഗവൺമെൻറ് തരുന്ന ലോണുകളെക്കുറിച്ചും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ലോണുകളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ബിസിനസ് ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഓൾറെഡി തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ബിസിനസ് ആയാലും അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവാണ്, ഞാനൊരു ഒരു ഷോപ്പ് തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ഞാനൊരു യൂണിറ്റ് തുടങ്ങാൻ പോവാണ്, എന്തെങ്കിലും ഒരു കാര്യമാവട്ടെ, അതെന്തെങ്കിലും ഒന്ന് പുതിയത് തുടങ്ങാൻ പോവുകയാണെങ്കിലും നമുക്ക് പണം ആവശ്യമാണ്. നമുക്ക് ഈ ബിസിനസ്സിലേക്കുള്ള മൂലധനം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇടാതെ നമ്മൾ പുറത്തു നിന്നും കുറച്ച് പണം വായ്പയായിട്ട്, ബാങ്കുകളിൽ നിന്ന് വായ്പയായിട്ട് എടുത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇടുന്നു. ഇതിനെയാണ് ബിസിനസ് ലോൺ എന്ന് പറയുന്നത്. ഇതെന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഇപ്പം നമ്മളെ ടൈലറിങ് യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ മെഷീനറീസ് വാങ്ങിക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ പ്രവർത്തന ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇൻവെൻട്രി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ മൂലധനം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ ടെറസിൽ തന്നെ നമുക്കൊരു ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ പുറത്തു നിന്നുള്ള പണം വായ്പയായിട്ട് എടുത്ത് നമ്മൾ ഉപയോഗിക്കും. ഇതിനെയാണ് നമ്മൾ ബിസിനസ് ലോൺ എന്ന് പറയുന്നത്. ഈ ബിസിനസ് ലോൺ പലതരത്തിലുണ്ട് കേട്ടോ. ബാങ്കുകൾ തരുന്നത് ടേം ലോണുകളായിട്ട് നമുക്ക് തരും. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയും, പിന്നെ കൊമേഴ്ഷ്യൽ ബിസിനസ് ലോൺ എന്ന് പറയും, പിന്നെ സ്റ്റാർട്ടപ്പ് ലോൺസ് എന്ന് പറയും, ഇത് എക്യുപ്മെൻറ്റ് ലോൺസ് എന്ന് പറയും, അതായത് മെഷീനറീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ലോൺസ് പറയും. ഇങ്ങനെയുള്ള പല തരത്തിലാണ് നമുക്ക് ബിസിനസ് ലോണുകൾ നമ്മുടെ ബാങ്കുകൾ അനുവദിച്ച് തരുന്നത്. 1 മുതൽ 5 വർഷത്തിനുള്ളിലാണ് നമുക്ക് ടേം ലോൺസ് അനുവദിച്ച് കിട്ടുക. ഈ 5 വർഷത്തിനുള്ളിൽ 60 മാസ ഗഡുക്കളായിട്ട് നമ്മൾ കൊണ്ട് തിരിച്ചടപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ, അതാണ് ഈ ടേം ലോണിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, അത് നമുക്ക് അന്നന്നത്തെ ചെലവുകൾ അല്ലെങ്കിൽ അന്നന്നത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ച് തരുന്ന ലോണുകളാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത്. കമേഴ്ഷ്യൽ ബിസിനസ് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രേഡിംഗ് ചെയ്യണം, നമ്മൾ ഓൾറെഡി ബിസിനസ്സിലുണ്ട്, എനിക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് എമൗണ്ട് ആവശ്യം വന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കമേഴ്ഷ്യലായിട്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാങ്കുകളെ സമീപിച്ച് വായ്പ എടുക്കാം. പിന്നെ അടുത്തത് സ്റ്റാർട്ടപ്പ് ലോൺസ് ആണ്. പുതിയതായിട്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ബാങ്കുകളെ സമീപിച്ച് അപ്രൂവ് ചെയ്ത് അവിടുത്തെ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കൊടുത്ത് ചെയ്യുന്നതാണ് സ്റ്റാർട്ടപ്പ് ലോൺസ്. പിന്നെ അടുത്തായിട്ട് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് ലോൺസ്. നിങ്ങൾ മെഷീനറീസ് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് അതിന് മാത്രം ലോൺ മതി, വേറെ ഒന്നിനും എനിക്ക് വേണ്ട എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ബാങ്കുകൾ ലോൺ അനുവദിച്ചിരുന്നുണ്ട്. ഇത്രയും ടൈപ്പ് ഓഫിലുള്ള ലോൺസാണ് നമുക്ക് തരുന്നത്. ഇനി അങ്ങോട്ട് വിശദമായിട്ട് നമുക്ക് ലോണുകളെക്കുറിച്ച് പറയാം. ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത് ആദ്യം പറയാം. അതായത് ഏത് ടൈപ്പ് ഓഫിലുള്ള ലോണുകൾ എടുക്കാൻ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര വരും, ഏകദേശം എന്തൊക്കെ വരും എന്നുള്ളത് പറയാം. പിന്നെ ചാർജസ് എന്തൊക്കെ വരും എന്നുള്ളതൊക്കെ പറയാം. ഇതെല്ലാ ലോണിനും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ലോണിനെ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞു വരില്ല. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എല്ലാം ലോണിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്നവരാണെങ്കിലും ഓൾറെഡി റണ്ണിങ് ബിസിനസ്സിലുള്ളവരാണെങ്കിലും നമ്മൾ ഇപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ല പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ID പ്രൂഫായിട്ട് ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ കൊടുക്കാം. അതോടൊപ്പം തന്നെ പാൻ കാർഡ് കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് നിങ്ങൾ വായ്പ വാങ്ങിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 സെൻറ്റെങ്കിലും ഉള്ള ഒരു വസ്തുവോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം നിങ്ങൾ ലോണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ID പ്രൂഫായ ആധാർ കാർഡോ വോട്ടർ ID ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അതിനോടൊപ്പം തന്നെ പാൻ കാർഡ് കൊടുക്കണം. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് 2-3 വർഷത്തെ ITR കൊടുക്കണം. ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കണം. ബാലൻസ് ഷീറ്റും കൊടുക്കേണ്ടി വരും. പിന്നെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ ട്രേഡ് ലൈസൻസ് സർട്ടിഫിക്കറ്റ്, പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അത് ഓക്കെ. പിന്നെ അതല്ല പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ അതിൻ്റെ ഡീഡ് എഗ്രിമെൻറ്റ്. പിന്നെ നിങ്ങളുടെ കെട്ടിടം റെൻറ്റിനടുത്താണെങ്കിൽ അതിൻ്റെ അഗ്രിമെൻറ്റ് കോപ്പി കൊടുക്കണം. പിന്നെ കറണ്ട് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ലാസ്റ്റ് 6 മാസത്തെ നിങ്ങൾ കൊടുക്കേണ്ടി വരും.
നിങ്ങളും കൊളാട്രൽ വിത്ത് കൊളാട്രൽ ആണെങ്കിൽ വസ്തു കൊടുക്കേണ്ടി വരും. ഈടായിട്ട് നമ്മൾ വസ്തുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെപ്പോസിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ കൊളാട്രൽ ഫ്രീ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ആവശ്യമാണ്. ഇത് എല്ലാവിധ ലോണുകൾക്കും ഇത് അപ്ലിക്കബിൾ ആണ്. പിന്നെ ബിസിനസ് ലോണിന് നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും എത്ര ശതമാനമാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് പലിശ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെൻറ് ആണെങ്കിൽ 3% തൊട്ട് 9% വരെയാണ് പലിശ ഇടുന്നത്. അത് പല ബാങ്കുകളും പല വിധത്തിലാണ്. നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ട് നമ്മൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇടുന്നത്. പ്രൈവറ്റിലാണെങ്കിൽ 12% തൊട്ട് 30% വരെ നമുക്ക് ഈ പലിശ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ വയസ്സെന്ന് പറയുന്നത് 18-നും 55-നും ഇടയ്ക്കായിരിക്കണം. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, അതായത് സിവിൽ സ്കോർ എന്ന് പറയുന്നത് 675-ന് മുകളിലായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് സ്റ്റെബിലിറ്റി ഉള്ള ബിസിനസ് ആയിരിക്കണം. സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ റണ്ണിങ്ങിൽ കണ്ടീഷനിലുള്ള ഒരു ബിസിനസ് ആയിരിക്കണം. ബാങ്ക് ബാലൻസ് മിനിമം ഒരു 5000-ൽ കുറയാതെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിന് ലോണിന് എന്തെങ്കിലും ചാർജസ് വരുമോ എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടാകും. ലോണിന് നമുക്ക് പലിശ ഉണ്ടാകും, തീർച്ചയായിട്ടും പലിശ ഉണ്ടാകും. പലിശരഹിത വായ്പകൾ നിർധനരായ ലേഡീസിന്, അതായത് വനിതകൾക്കുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം ആർക്കൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ പലിശ ഉണ്ടാവും, പ്രോസസ്സിങ് ചാർജസ് ഉണ്ടാവും, പെനാൽറ്റി ചാർജസ്. ഒരുപക്ഷെ നമ്മൾ ലോൺ അടയ്ക്കാൻ വൈകിയാൽ 2-3 ഗഡുക്കൾ നമ്മൾ തെറ്റുകയാണെങ്കിൽ അതിന് 3% വരെ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് പെനാൽറ്റി ചാർജസ് ഇടുന്നുണ്ട്. പിന്നെ ഓട്ടോ ഡെബിറ്റ് ആണ്. ഇപ്പോൾ ഓട്ടോ ഡെബിറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് മാസം ഓട്ടോ ഡെബിറ്റ് ആകും. അത് ഓട്ടോമാറ്റിക്കലായി തന്നെ നമ്മുടെ ലോൺ എമൗണ്ട് എത്രയാണോ അത് ഓട്ടോ ഡെബിറ്റ് ആകും. ഒരു പക്ഷേ അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ അത് ബൗൺസ് ആകാനുള്ള സാധ്യതയുണ്ട്. ബൗൺസ് ആയാൽ അതിൻ്റെ ചാർജസ് ഉണ്ടാകും. പിന്നെ ഒരുപക്ഷെ നിങ്ങൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു ലോൺ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലോൺ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ലോൺ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകൾ വരികയാണെങ്കിൽ ക്യാൻസലേഷൻ ചാർജസും വരും. ഇത്രയും കാര്യങ്ങൾ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാവില്ലേ, അപ്പോൾ എല്ലാ ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് ആവശ്യമാണോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തരുള്ളൂ എന്നുള്ള സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. എല്ലാ ലോണിനും കറണ്ട് അക്കൗണ്ട് ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ സ്ഥാപനത്തിൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഒരു ലോൺ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് മസ്റ്റായിട്ട് വേണം. അതായത് സ്ഥാപനങ്ങളുടെ പേർക്കാണ് വേണമെങ്കിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ ചെയ്യുകയോ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ആവശ്യമാണ്. അല്ലാതെ നിങ്ങളുടെ പേരിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ പേരിൽ ഇപ്പോൾ റോസമ്മ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ അവർക്ക് ആവശ്യമില്ല. ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള ഗ്രൂപ്പ് ലോൺസിൽ നമുക്ക് ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. കുടുംബശ്രീയും ഈസാഫ് ഒക്കെ വളരെയധികം നമ്മുടെ നാട്ടിൽ പരിചയമായ ലോണുകളാണ്, എല്ലാവർക്കും അറിഞ്ഞ ലോണുകളാണ്. അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലോണുകൾക്ക് നമുക്ക് കറണ്ട് അക്കൗണ്ട് ആവശ്യമില്ല. നമ്മുടെ പേരിൽ തന്നെ നമുക്ക് ലോൺ അനുവദിച്ച് കിട്ടും. അതായത് ഗ്രൂപ്പ് ലോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 5 ലക്ഷം രൂപ അനുവദിച്ചാൽ തന്നെ 10 പേരാണെങ്കിൽ 50,000 രൂപ വേർതിരിച്ച് നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിലേക്കാണ് അവരിടുന്നത്. ഈ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉള്ളതാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണ് ഇട്ട് തരിക. എന്നിട്ടാണ് നമ്മൾ ആ പണം നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല കേട്ടോ. പറയാൻ പോകുന്നത് ഇനി കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന ലോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരുപാട് ലോണുകളുണ്ട്, ഇഷ്ടംപോലെ ലോണുകളുണ്ട്. നമുക്കിപ്പോൾ ചാർട്ട് എടുത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ ലോണുകളുണ്ട്. എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ ബിസിനസ്സിന് ഏതൊക്കെയാണോ മാക്സിമം ഒത്തുവരുന്നത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും ഫേമസ് ആയ ഒരു ലോണാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSUM എന്ന് പറയുന്ന പദ്ധതി. ഇത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ കേരളത്തിൽ കിട്ടിയിട്ട് തന്നെ കാര്യം, എന്നിട്ടല്ലേ ആദ്യം ചേച്ചി വന്ന് നോക്ക് എന്നിട്ട് എന്ന് പറയുന്നവർ പലരും ഉണ്ടാകാം. പക്ഷേ ഇതെല്ലാം നിലവിൽ ഉള്ളതാണ്. നമ്മൾ ശ്രമിക്കാത്തത് തന്നെയാണ് പ്രധാന കാര്യം. നമ്മൾ ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മളതിൽ ഇറങ്ങി തിരിക്കില്ല. നമ്മൾ കുറച്ചൊക്കെ അന്വേഷിക്കും, 2 ദിവസം അന്വേഷിക്കും, 3-ാമത്തെ ദിവസം പിന്നെ വിട്ടേക്കും. അങ്ങനെ ചെയ്യാതെ നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞു, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്വേഷിക്കണം എന്ന് വിചാരിച്ച് അന്വേഷിച്ച് അപ്ലൈ ചെയ്ത് നിങ്ങൾ ആ ലോൺ വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള ലോണുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം പലരും ഒരുപക്ഷെ കമൻറ്റിൽ വന്ന് പറയാം ചാൻസസ് ഉണ്ട്, ഇതൊന്നും ഇവിടെ കിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അപേക്ഷിച്ചു ഞങ്ങൾക്ക് കിട്ടില്ല. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഏത് ലോണുകളാണെങ്കിലും, എത്ര വലിയ ലോണുകളാണെങ്കിലും എത്ര ചെറിയ ലോണുകളാണെങ്കിലും നിങ്ങൾ ഇരിക്കുന്ന
ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരത്തുള്ള ബാങ്കുകളുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ വിശ്വസ്തത ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാങ്കുകൾ നിങ്ങൾക്ക് വായ്പ നൽകുകയുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് നമുക്ക് ലോണ് തരാൻ ബാങ്കിനോട് ആവശ്യപ്പെടും. നമ്മളിപ്പോൾ ഗവൺമെൻറ്റിനോട് നമ്മൾ അപ്ലൈ ചെയ്യും. ഗവൺമെൻറ് എന്ത് ചെയ്യും? അടുത്തുള്ള നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ബാങ്കുകളിലേക്ക്, നാഷണൽസ് ബാങ്കുകളിലേക്ക് ഇന്ന ആൾ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ഇവർക്ക് ലോൺ കൊടുക്കുക എന്നുള്ള ഒരു ഓർഡർ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. പക്ഷേ ലോണ് തരുന്നത് ബാങ്കുകളാണ്. അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പലർക്കും ലോണുകൾ കിട്ടാത്തത്. അപ്പോൾ ബാങ്കുകളുമായി നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കണം. നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോണുകൾ അനുവദിച്ച് കിട്ടുള്ളൂ. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും നമ്മുടെ ഗവൺമെൻറ് നമുക്ക് തരാൻ പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്യുന്ന ലോണിലൊന്നാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. മനസ്സിലായില്ലേ? ഇത് 15 ലക്ഷം രൂപ വരെ കേരളത്തിലെ വനിതകൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇത് കേരളത്തിലെ സർക്കാർ വകുപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന പദ്ധതികൾ, അതായത് ടെൻഡേഴ്സ് നമ്മൾ ഓർഡേഴ്സ് എടുത്തിട്ട് നമ്മൾ ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേഴ്സസിന്, ഡോക്ടേഴ്സിനുള്ള യൂണിഫോംസ്, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനുള്ള യൂണിഫോംസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. അവരൊക്കെ സ്വന്തമായിട്ട് കൊണ്ടുപോയി തയ്ക്കുന്നതല്ല. അവിടെ നിന്നുള്ള ഓർഡർ എടുക്കുക. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ഓർഡർ എടുത്തിട്ട് അത് നമ്മൾ KSUM കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എത്ര രൂപ ചിലവാകുമോ അതിൻ്റെ ലോൺ അവർ അനുവദിച്ചു തരും. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ യൂണിഫോംസ് അതുപോലെ തന്നെ നമ്മൾ ഓർഡർ എടുക്കാം. സ്കൂളിൽ അപേക്ഷിച്ചിട്ട് അവിടെ നിന്നുള്ള ആ ഓർഡർ ലെറ്ററുമായിട്ട് നമുക്ക് ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രവർത്തന ചെലവിനുള്ള എമൗണ്ട് നമുക്ക് ബാങ്ക് വഴി അനുവദിച്ച് കിട്ടും. ഇപ്പോൾ KSRTC ബസ്സിൽ യൂണിഫോംസ് ഉണ്ട്. കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് യൂണിഫോംസ് തന്നെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇതെന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ ഈ പണം നമുക്ക് കിട്ടി, ബാങ്കിൽ അനുവദിച്ച് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബാങ്കിലേക്ക് അനുവദിച്ച് കിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങളുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ അനുവദിച്ച് കിട്ടില്ല. നിങ്ങൾ ആരുടെ പേർക്കാണോ അനുവദിച്ച് കിട്ടാൻ വേണ്ടി അപേക്ഷിക്കുന്നത് അവർക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്കത് മെറ്റീരിയലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രോഡക്റ്റായിട്ടോ ആണ് നിങ്ങളുടെ യൂണിറ്റിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ തുണികൾ, ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് തുണികൾ മേടിക്കുന്നു, യൂണിഫോം ഉള്ള തുണികൾ മേടിക്കുകയാണെങ്കിൽ ആ യൂണിഫോം സെൻറ്റർ ഏതാണോ അവരുടെ കറണ്ട് അക്കൗണ്ട് മേടിച്ചിട്ട് അത്, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽ വാങ്ങിച്ചിട്ട് അവരുടെ GST നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് അതും വെച്ച് നമ്മൾ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അപേക്ഷിച്ചാൽ നമുക്ക് ലോൺ അനുവദിച്ച് കിട്ടും. ഫാബ്രിക് വാങ്ങിക്കാനായിട്ടും അതുപോലെ തന്നെ നൂലുകൾ വാങ്ങിക്കാനായിട്ടും ഇങ്ങനെ കുറച്ചൊക്കെ വർക്കേഴ്സിന് വേജസ് കൊടുക്കാനായിട്ട് നമുക്ക് അനുവദിച്ചിട്ട്, ഇങ്ങനെ പ്രൊഡക്ഷൻ എക്സ്പെൻസസിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ലോണുകൾ അനുവദിച്ച് തരുന്നുണ്ട്. ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇതിന് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോണുകൾ ഇപ്പോൾ അനുവദിച്ച് തരുന്നുണ്ട്. ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന ലോണ് വനിതാ വികസന കോർപ്പറേഷൻ. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. KSWDC എന്ന് പറയുന്ന പേരിൽ വനിതാ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇതാണ് ഫുൾ ഫോം കേട്ടോ. അത് വളരെയധികം ഫേമസ് ആണ്. അതുവഴി നമുക്ക് അപേക്ഷിക്കാം. നിങ്ങൾ ഗാർമെൻറ്റ് യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. അതിൽ പലവിധ ലോണുകൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക്, അതായത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സമൂഹത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ചതാണിത്. ഇതുവരെ ഏകദേശം 5000-ൽ കൂടുതൽ ആൾക്കാർ, ഈ സ്ത്രീകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ലോണുകൾ മേടിച്ച് സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് നടത്തുന്നുണ്ട്. ഇത് നിങ്ങൾ KSWDC എന്ന് നിങ്ങൾ അടിച്ചാൽ, വനിതാ വികസന കോർപ്പറേഷൻ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിൾ വഴി എല്ലാ ഡീറ്റെയിൽസും ലഭിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്ന ലോണുകളുണ്ടല്ലോ, ആ ലോണുകൾ ഏതൊക്കെയാണോ അതിൻ്റെ ഓൺലൈൻ പോർട്ടലുകൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ വെബ്സൈറ്റുകൾ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. മിക്കതും നമ്മുടെ മലയാള ഭാഷയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പോയി വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും ഒക്കെ അതിൽ തന്നെ കാണാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ. വനിതാ വികസന കോർപ്പറേഷൻ വഴി ലഭിക്കുന്ന ലോണുകൾക്ക് 6% വരെ തീർച്ചയായിട്ടും പലിശ ഉണ്ടായിരിക്കും. 18നും 55നും ഇടയ്ക്കുള്ള പ്രായത്തിലുള്ളവർക്കാണ് ഇത് തരുന്നത്. 5 വർഷ കാലാവധിയാണ് കേട്ടോ. വായ്പയുടെ തിരിച്ചടവ് 5 വർഷ കാലാവധിയാണ്. ഇപ്പോൾ കുടുംബശ്രീ CDSകൾക്ക് 3.5% പലിശ. തനിച്ചായിട്ട് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ 6% വരെ പലിശ. 1 ലക്ഷം രൂപ മുതൽ തന്നെ ഇതിൽ മൈക്രോ ഫൈനാൻസ് എന്നുള്ള പേരിലും നിങ്ങൾക്ക് ലോണുകൾ തരുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ അന്യ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് ഇപ്പോൾ കോവിഡിലൊക്കെ തിരിച്ചെത്തിയ ആൾക്കാരാണെങ്കിൽ, വനിതകളാണെങ്കിൽ, നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇവർ പുതിയതായിട്ട് ലോൺസൊക്കെ ഈ കോവിഡിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ട്. അത് 3 ലക്ഷം രൂപ വരെയൊക്കെ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വനിതാ വികസന കോർപ്പറേഷൻ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിളൊന്ന് അടിച്ചു നോക്കുക. ഇതിൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം: 0471245585. ഇത് വനിതാ വികസന കോർപ്പറേഷൻ്റെ ഫോൺ നമ്പറാണ്. ഇവരുടെ വെബ്സൈറ്റ് www.kswdc.org. ഇതാണ് വെബ്സൈറ്റ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. നിങ്ങൾ തന്നെ പോയി സെർച്ച് ചെയ്യാം. എല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനത്തെ ലോണുകളാണ്, എത്ര രൂപ തിരിച്ചടവാണ്, എത്ര പൈസ ഉണ്ടാകണം, എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുകൂടാതെ തന്നെ ഇവർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്. അതുവഴിയും ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അതും നിങ്ങൾ നോക്കുക. ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന ലോൺ എന്ന് പറയുന്നത് KELS, കേരള ആൻട്രപ്രണർ ലോൺ സ്കീം. ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതും എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ, ഇതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ആണെങ്കിലും പല പേരുകളിൽ നമുക്ക് അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളത് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ലോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 വർഷം 1 ലക്ഷം ലോൺ എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരള ബാങ്കുമായിട്ട് ആ ബാങ്കിൻ്റെ കമ്മിറ്റിയായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു ലോണാണ് ഈ ലോൺ എന്ന് പറയുന്നത്. ഇത് 10 ലക്ഷം രൂപ വരെയാണ് ഈ ലോൺ തരുന്നത് കേട്ടോ. ആദ്യം രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്കാണ് ഈ ലോണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. കാരണം MSME, അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കാണ് ഈ ലോണുകൾ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റെല്ലാ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ്. ഒരുപാട് പേര് കൺഫ്യൂഷൻ ഒന്നും ചെയ്യേണ്ട. ഇതെന്തായിരിക്കും അതെന്തായിരിക്കും, ഞാൻ വളരെ വിശദമായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. ഒരുപാട് വിശദമായി പറയണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് കൂടിയിട്ടാണ്. അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നും കിട്ടുന്ന ലോണുകളാണ്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ KSUM ലോണ്, രണ്ടാമത് വനിതാ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, മൂന്നാമത് KELS, കേരള ആൻട്രപ്രണേഴ്സ് ലോൺ സ്കീം കേട്ടോ. ഇതിലും നമുക്ക് 10 ലക്ഷം രൂപ വരെ ലോണ് കിട്ടും. നിങ്ങൾക്ക് ചിലപ്പോൾ സെക്യൂരിറ്റി ആവശ്യം വരും, ചിലപ്പോൾ സെക്യൂരിറ്റി ആവശ്യമില്ല. അത് ബാങ്ക് പറയുന്ന വിധത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ചിലപ്പോൾ ബാങ്ക് പറയും നിങ്ങളുടെ വസ്തുവോ വീടോ ഈടായിട്ട് നൽകിയാൽ ഞങ്ങൾ ലോൺ തരാം എന്ന് പറയും. അങ്ങനെയുണ്ട്. അങ്ങനെ അല്ലാതെ അൺസെക്യൂർഡ് ലോണായിട്ടും തരാൻ സാധ്യതയുണ്ട്. ഞങ്ങളും നിങ്ങളുടെ ബാങ്കുമായിട്ടുള്ള ആ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് വന്ന് നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ബാങ്കാണ് നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മുടെ സ്വത്ത് എന്താണ്, നമ്മളെ എങ്ങനെയാണ്, എത്ര വർഷക്കാലമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് ചെയ്താൽ ഇവർ കറക്റ്റായിട്ടുള്ള തിരിച്ചടവ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബാങ്കാണ് അനലൈസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നത്. അതുകൊണ്ട് ബാങ്ക് വിചാരിക്കണം നമുക്ക് ലോണുകൾ തരാൻ. എന്ത് തന്നെ ആയാലും ബാങ്ക് വിചാരിച്ചാൽ മാത്രമേ തരാൻ പറ്റുള്ളൂ. ഈ ലോൺ എന്തിനൊക്കെയാണ് തരുന്നത് വെച്ചാൽ, നമ്മൾ നിർമ്മാണത്തിനായിട്ട്, ഉൽപ്പാദനത്തിന് എടുക്കാം, വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട്, സർവീസ് മേഖലകളിൽ സേവന ചെയ്യാൻ വേണ്ടിയിട്ട്, സംസ്കരണം, ഇങ്ങനെയുള്ള, പിന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ലോണും കൂടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു 2 പശു മേടിച്ച് ഞാൻ വളർത്തി അതുവഴി ഞാനൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ പറയുന്നതായിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആഗ്രഹം പ്രകടിക്കുന്നവർക്ക് ഈ KELS എന്നുള്ള പദ്ധതി മുഖേന ലോണ് അനുവദിച്ച് കിട്ടും. 2 ലക്ഷം ആണെങ്കിൽ 2 ലക്ഷം, 5 ആണെങ്കിൽ 5. അത് നിങ്ങളുടെ പദ്ധതി, അതായത് എത്രയാണ് ആ പ്രോജക്റ്റ് എന്താണോ അതിനനുസരിച്ച് ബാങ്ക് ലോൺ അനുവദിച്ച് തരും. ഇതിനെല്ലാം ഞാൻ മുൻപ് പറഞ്ഞ രേഖകൾ തന്നെയാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അതുകൂടാതെ ബാങ്ക് എക്സ്ട്രാ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അതുകൂടി നിങ്ങൾ സമർപ്പിക്കേണ്ടി വരും. ഈ പറയുന്ന എല്ലാ ലോണുകളും നിങ്ങൾ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ല ഡയറക്റ്റായിട്ട് ബാങ്കുകളെ സമീപിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏത് ബാങ്കിൽ പോയാലാണ് നമുക്ക് ഈ വായ്പകളൊക്കെ കിട്ടുകയെന്ന് എനിക്ക് തീരെ അറിയില്ല എന്നുള്ള വിചാരിക്കുന്നവർ നേരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ചെല്ലുക. അവിടെ എല്ലാവിധ ലോണുകളും ലഭ്യമാണ്. മാക്സിമം എല്ലാവിധ ലോണുകളും അവർ കവർ ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്.
അവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവിടെ ചോദിക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. അടുത്തതായിട്ട് കാണാൻ പോകുന്ന ലോണ് ESS എന്ന് പറയുന്ന ഓൺടർപ്രണർ സപ്പോർട്ട് സ്കീം. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതും നമ്മുടെ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് അനുവദിച്ച് തരുന്ന ലോണുകളിലൊന്നാണ്. ഈ ലോണിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, MSME പോലുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇത് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് മൂലധന നിക്ഷേപത്തിനായിട്ട്, അതായത് സാമ്പത്തിക സഹായം നൽകുകയാണ് ഈ ലോണിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ ESS എന്ന് പറയുന്ന ലോണിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ വായ്പയ്ക്ക്, ESSൽ എടുക്കുന്ന വായ്പയ്ക്ക് നിങ്ങൾ ഏത് ജില്ലയാണോ അതിനനുസരിച്ച് നിങ്ങൾ എത്ര രൂപയാണോ ലോൺ എമൗണ്ട് എടുക്കുന്നത് അതിൻ്റെ 15% മുതൽ 45% വരെ. അതായത് 15% എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ടൗണിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇരിക്കട്ടെ, നിങ്ങൾ ടൗണിൽ നിന്നാണ് ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ടൗണിലുള്ളവർക്ക് 15% സബ്സിഡി കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഗ്രാമത്തിലാണ്, നല്ല ഒരു കുഗ്രാമത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 45% വരെയാണ് ഇവർ സബ്സിഡി തരുന്നത്. നിങ്ങൾ എടുക്കുന്ന വായ്പയ്ക്ക് 45% വരെ സബ്സിഡി ഉണ്ട്. സബ്സിഡി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും. സബ്സിഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ടിൽ നിന്നും നമുക്ക് കിഴിവ് കിട്ടും. അതാണ് സബ്സിഡി എന്ന് പറയുന്നത് കേട്ടോ. ഈ ലോണിനും ഉദ്യം രജിസ്ട്രേഷൻ മസ്റ്റാണ്. ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഞാനിത് ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇതാവുന്നത്, സ്കിപ്പാവുന്നത്. സോ ക്ഷമിക്കുക. സോ ഇങ്ങനെ അക്ഷയ സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷൻ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി വാങ്ങിച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു ബിസിനസ് സീരിയസ് ആയിട്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങളെ സഹായിക്കും, ബാങ്കുകൾ തന്നെ നിങ്ങൾക്ക് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പോർട്ടൽ വഴി, അതായത് ESS, KELS അല്ലെങ്കിൽ KSWDC ഇങ്ങനെയുള്ള പോർട്ടലുകൾ വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ മാക്സിമം സപ്പോർട്ട് അവർ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ കറക്റ്റ് ആണെങ്കിൽ, നിങ്ങളുടെ എല്ലാ റിപ്പോർട്ട്സൊക്കെ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ലോണുകൾ നന്നായിട്ട് കറക്റ്റായിട്ട് അനുവദിച്ച് തരും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ലോണുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ലോൺസിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ തരുന്ന ലോണുകളെക്കുറിച്ചാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം, ഈ ഓഡിയോ സ്കിപ്പ് ചെയ്യാം, അറിയാത്തവർ കണ്ടാൽ മതി. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം ഒരു ഉള്ളടക്കം പറയാം, അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോണുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിഞ്ഞത് മുദ്ര ലോണുകളാണ്. പ്രധാനമന്ത്രി മുദ്ര യോജന എന്നുള്ള പേരിൽ മുദ്ര ലോണുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ PMEGP ലോൺസ് അറിയാം. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നുള്ള പേരിൽ പെടുന്ന PMEGP ലോൺസ് അറിയാം. പിന്നെ മൂന്നാമതായിട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയും, സ്റ്റാൻഡപ്പ് ഇന്ത്യ, അത് അറിയാം. പിന്നെ CGTMSE, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ MSE, ഇങ്ങനെയുള്ള ലോൺസ് അറിയാം. ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന സെൻറ്റ് കല്യാണി സ്കീമുണ്ട്, സ്ത്രീ ശക്തി പാക്കേജ് ഉണ്ട്, ശൃംഗർ അന്നപൂർണ, സിന്ധു മഹിളാ ശക്തി, ഭാരതീയ മഹിളാ ബാങ്ക്, പ്രധാനമന്ത്രി റോസ്ഗർ യോജന, ഉദ്യോഗിനി പദ്ധതി, മഹിളാ ഉദ്യമനിധി പദ്ധതി, സംരംഭകത്വ സഹായ വികസന പരിപാടി, ഇങ്ങനെയുള്ള പല ലോൺസും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തരുന്നുണ്ട്. നമ്മളതിൽ വളരെ അധികം എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായ മുദ്ര ലോണിനെ കുറിച്ച് നമുക്ക് പറയാം.